ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. ഞാൻ പറയുന്ന കേൾക്കാൻ ആരും തയ്യാറായില്ല. അതിനുശേഷം ഋതിക മേഡം വന്ന് വീട്ടിൽ നിന്നു. ഋതിക മേഡത്തിന്റെ വിഷമങ്ങളൊക്കെ മനസ്സിലാക്കി കുറച്ച് ദിവസത്തേക്ക് ഋതിക മേഡത്തെ വീട്ടിൽ നിർത്താൻ എനിക്ക് തീരുമാനിക്കേണ്ടി വന്നു. എന്താ പ്രതാപ നീയൊന്നും മിണ്ടാത്തെ? നീ ഇങ്ങനെ നിശബ്ദനായി ഇരുന്നിട്ട് എന്താ കാര്യം? വായ തുറന്നൊന്ന് സംസാരിക്കേ. ഇവര് ചെയ്തതിലേ ഒരല്പമെങ്കിലും ശരിയുണ്ടോ? നമ്മുടെ കുടുംബത്തിന്റെ പേര്, നമ്മുടെ അന്തസ് എല്ലാം നാശമാക്കുന്ന പണിയല്ലേ ഇവര് കാണിച്ചേ? എടാ രാജു, നിനക്ക് എങ്ങനെ ധൈര്യം വന്നടാ ഞങ്ങളുടെ മോളെ വിവാഹം ചെയ്തു എന്ന് നുണ പറയാൻ? എടാ നിനക്ക് എങ്ങനെ ധൈര്യം വന്നൂന്ന്? ഇവളെ നിന്റെ വീട്ടിലേക്ക് വിളിച്ചോണ്ട് പോയി നിന്റെ മുറിയിൽ താമസിപ്പിക്കാൻ. നിന്നെ പറഞ്ഞാ പോരാ, നിന്നെ വളർത്തിയ നിന്റെ അച്ഛനമ്മമാരെ പറഞ്ഞാ മതി. തല കുനിച്ചിട്ടൊന്നും കാര്യമില്ല. ശരിക്കും എല്ലാത്തിനെയും പിടിച്ചേ പോലീസിൽ ഏൽപ്പിക്കാ വേണ്ടേ? എന്റെ നാക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട്. പിന്നെ എന്റെ അനിയനുള്ളത് കൊണ്ട് ഞാൻ നിങ്ങളെ ഒന്നും പറയുന്നില്ല, മനസ്സിലായോ? അവര് മിണ്ടില്ല അമ്മേ, അവരാരും മിണ്ടില്ല. ചെറിയമ്മയും ചെറിയച്ഛനും ആരും മിണ്ടില്ല. അവരെല്ലാം അറിഞ്ഞോണ്ടല്ലേ ഈ നാടകങ്ങളൊക്കെ നടക്കുന്നേ. എല്ലാരും കൂടെ ചേർന്നല്ലേ അമ്മാവനെ വിട്ടിയാക്കിയത്. അമ്മയെ ഞാനും എത്ര തവണ അത് പ്രൂവ് ചെയ്യാൻ നോക്കിയതാ. അന്നേരം എല്ലാരും തടസ്സം നിന്ന് അവസാനം നമ്മുടെ കുടുംബത്തിന്റെ ഉടവാള് വരെ ഇവന്റെ കൈകളിലേക്ക് എത്തുമെന്ന് വന്നു. പേടിച്ചിട്ടാ അമ്മേ, എന്നെ പേടിച്ചിട്ടാ ഇവൻ സത്യം പറഞ്ഞത്. കുടുംബത്തിന്റെ സ്വത്ത് മുഴുവൻ ഇവൻ കൊണ്ടുപോയാലും അമ്മാവനെ ചതിച്ച് ഇവനെ ഞാൻ വെറുതെ വിടില്ലാന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു. ആ പേടിയില്ല ഇവൻ സത്യം പറഞ്ഞത്. പ്രതാപ, ഇതിങ്ങനെ വിട്ടാ പോരാ. പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടി ഇവന്റെ കൂടെ ഇത്രയും നാള് താമസിച്ചതാ. നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോണം. ഇവള് പരിശുദ്ധിയാണോന്നൊന്ന് ടെസ്റ്റ് ചെയ്യണം. അമ്പിയമ്മയുടെ എന്തൊക്കെയാ ഈ പറയുന്നത്? ഞങ്ങളുടെ മകൻ തെറ്റ് ചെയ്തു. ഋതിക മാഡത്തെ വിവാഹം ചെയ്തു എന്നൊണ്ണ പറഞ്ഞ് അവരൊരുമിച്ച് താമസിച്ചു. അതിവൻ ചെയ്ത് തെറ്റ് തന്നെയാ. പക്ഷെ എന്ന് പറഞ്ഞ് ഇങ്ങനെ വാവിട്ട വാക്കുകളൊന്നും പറയരുത്. ഞാനും ഒരു അമ്മയാ. ഇത് കേട്ടിട്ട് എന്റെ ചങ്ക് പൊട്ടുക. ചങ്ക് പൊട്ടുന്നുണ്ടല്ലേ? ഞങ്ങളുടെ കൊച്ചിന്റെ ഭാവി ഓർത്ത് ഞങ്ങളുടെയും ചങ്ക് പൊട്ടുന്നുണ്ട്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തില്ലെങ്കിലേ നാട്ടുകാരെന്തു പറയും? ഇവനെപ്പോലൊരു നിർഗുണന്റെ കൂടെ ജീവിച്ച പെണ്ണാണ് ഋതിക എന്നല്ലേ പറയൂ. ഇവളെ വിവാഹം കഴിക്കാൻ
ഈ കഥകളൊക്കെ അറിഞ്ഞുകൊണ്ട് നല്ലൊരു ചെറുപ്പക്കാരൻ വരുമോ? അപ്പോ ഇവർക്കിടയിൽ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് തെളിയിക്കേണ്ടതേ ഞങ്ങളുടെ ഉത്തരവാദിത്വമാ. എന്റെ വർമ്മ സാറേ, ഈ അംബികാമഠവും ദീപക് സാറും പറയുന്നൊന്നും വിശ്വസിക്കരുത്. ഞങ്ങളുടെ മകൻ അങ്ങനെ ചെയ്യുമെന്ന് വർമ്മ സാറിന് തോന്നുന്നുണ്ടോ? ഋതികാമഠത്തെ അങ്ങനെ കാണാൻ പറ്റുമെന്ന് വർമ്മ സാറിന് തോന്നുന്നുണ്ടോ? വർമ്മ സാർ ഇങ്ങനെ ഒന്നും മിണ്ടാതിരുന്നു കഴിഞ്ഞാ ഇവര് പറയുന്ന എല്ലാം വർമ്മ സാർ വിശ്വസിച്ചു എന്നല്ല അതിന്റെ അർത്ഥം. രാജു, നീങ്ങി വാ. പറ, വ്യക്തമായി പറ. എന്തിനാ ഋതികയെ വിവാഹം കഴിച്ചെന്ന് നീ നുണ പറഞ്ഞത്? സാറേ, ദീപക്കുമായിട്ടുള്ള ഋതിക മേഡത്തിന്റെ വിവാഹത്തിന് ഋതിക മേഡത്തിന് ഇഷ്ടമല്ലായിരുന്നു. അപ്പോ ഋതിക മേഡം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോ എന്റെ കൂടെയാണെന്ന് എല്ലാവരും സംശയിച്ചു. പക്ഷെ ഞാൻ ഋതിക മേഡത്തെ അന്വേഷിച്ചിറങ്ങി ഋതിക മേഡത്തെ കണ്ടുപിടിച്ചു. അപ്പോ എന്റെ കയ്യില് ശ്രീലക്ഷ്മിക്ക് വേണ്ടി കരുതിയിരുന്ന വിവാഹത്താലി ഋതിക മേഡം ഞാൻ അറിയാതെ കഴുത്തി കെട്ടി. ആ കഴുത്തി കെട്ടിയ താലിയ ഋതിക മേഡം ഇവിടെ വിവാഹത്തിന് ഞാൻ കെട്ടിയ താലിയാന്ന് പറഞ്ഞ് കാണിച്ച. അപ്പൊ തന്നെ ഞാൻ സാറിനോട് അങ്ങനെയല്ലെന്ന് പറയാൻ ശ്രമിച്ചു. പക്ഷെ ഞാൻ പറയുന്ന കേൾക്കാൻ ആരും തയ്യാറായില്ല. അതിനുശേഷം ഋതിക മേഡം വന്ന് വീട്ടിൽ നിന്നു. ഋതിക മേഡത്തിന്റെ വിഷമങ്ങളൊക്കെ മനസ്സിലാക്കി കുറച്ച് ദിവസത്തേക്ക് ഋതിക മേഡത്തെ വീട്ടിൽ നിർത്താൻ എനിക്ക് തീരുമാനിക്കേണ്ടി വന്നു.